ഈശായിയുടെ വീട്ടിൽ ദാവീദിനെ കൊള്ളില്ലെന്ന് പറഞ്ഞ് അപ്പൻ്റെ ആടുകളെയും കൈ കൊടുത്തുകൊണ്ട് വനാന്തരത്തിലേക്ക് അപ്പൻ ദാവീദിനെ അയക്കുകയാണ്. കൊള്ളത്തില്ല, പ്രയോജനമില്ല എന്ന് കണ്ട്, പട്ടാളത്തിൽ പോകുവാൻ ഗുണമില്ല എന്ന് കണ്ട് മറ്റുള്ള മക്കളെ അപ്പൻ പട്ടാളത്തിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് വെക്കുമ്പോൾ ഈ ഇളയ ചെറുക്കനായിരിക്കുന്ന ദാവീദ് ആട്ടിടയനായി കഴിയേണ്ട അവസ്ഥ കടന്നു വന്നു. പക്ഷേ ഈ ഭൂമിയിൽ ഈ ദാവീദ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സ്വർഗീയ അനുഗ്രഹങ്ങൾ ദാവീദിൻ്റെ മേൽ കൊടുത്ത് രാജകൊട്ടാരത്തിലേക്ക് കാട്ടിൽ നിന്നും പൊക്കിയെടുത്ത് രാജകൊട്ടാരത്തിൽ കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയാം, നിങ്ങളെ കൊള്ളില്ലെന്ന് പറഞ്ഞ് നശിപ്പിച്ച് നിങ്ങളെ മാറ്റി നിർത്തിയ സാഹചര്യത്തിൽ ഏത് കാടിൻ്റെ ഏകാന്തതയിലാണ് നിങ്ങൾ കഴിയുന്നത്, ആ കാട്ടിൽ നിന്ന്, ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പൊക്കിയെടുത്ത് രാജകീയ സിംഹാസനത്തിൽ കൊണ്ടുവന്ന് മാനിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, ദൈവം നിങ്ങളെ കൈവിടില്ല, നിങ്ങളെ ഉപേക്ഷിക്കില്ല. ആരൊക്കെ തള്ളിയാലും, ഏതപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും സ്വർഗ്ഗം നിന്നെ ഉപേക്ഷിക്കില്ല.